രസം പൗഡർ വീട്ടിലുണ്ടാക്കിയിട്ട് എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, കറിവേപ്പിലയും മല്ലിയും ഞാൻ കഴുകിയിട്ടാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി ഒന്ന് വാട്ടിക്കൊടുക്കാം ആദ്യം. എന്നിട്ടൊരു 1/4 ടേബിൾ സ്പൂൺ ഉലുവയും ഒരു 5-6 വറ്റൽമുളകും കൂടിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കായവും കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് തണിയാൻ വേണ്ടി മാറ്റി വെക്കുക. തണിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഈ പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് രസം ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3-4 കുഞ്ഞുള്ളിയും ഒരു 5-6 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളിയും കൂടി ഇട്ട് തക്കാളി ഉടഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന പൊടിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. രസം പൗഡർ ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് രസം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.